എന്നെ ഞാൻ പരിചയപ്പെടുത്താം. വെള്ളങ്ങാട് ചാങ്ങയിലെ ഈ വീട്ടിൽ ഈ നിൽപ്പ് തുടങ്ങിയിട്ട് മാസം 3 ഇവിടെയുള്ളവർക്ക് വെള്ളം കൊടുക്കേണ്ടത് ഞാനാണ്. പക്ഷേ ഈ വീട്ടുകാർക്ക് ഇതുവരെ ഒരു തുള്ളി വെള്ളം കൊടുക്കാനുള്ള യോഗം എനിക്കുണ്ടായില്ല. ഞാൻ വെള്ളം കൊടുത്തില്ലെങ്കിലും വെള്ളക്കരം വാട്ടർ അതോറിറ്റിക്കാർ കൃത്യമായി വാങ്ങുന്നുണ്ട്. ഇത്രയും നല്ലൊരു ഗവൺമെൻറ്റിനെ കേരളത്തിൽ തന്നതിന് വളരെ ഒരു താങ്ക്സ്. രണ്ടാമത് ഞങ്ങൾക്കൊരു പൈപ്പ് കൊണ്ടുവച്ച് ഇന്നതുവരെ ഒരു തുള്ളി വെള്ളം ഒന്നും ഉപയോഗിക്കാൻ കിട്ടിയിട്ടില്ല. പക്ഷേ അവർ വളരെ ഒരു ഉപകാരം ചെയ്ത് 390 രൂപ വെച്ച് 2 ബില്ല് 2 പ്രാവശ്യമായിട്ട് വന്ന്. ഈ എയർ പോണതിന് കാശ് കൊടുക്കണമെന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. ഇപ്പം തൽക്കാലം കയ്യിൽ കാശില്ലാത്തതുകൊണ്ട് എവിടെ നിന്നെങ്കിലും കിട്ടുമ്പോൾ അടയ്ക്കാം. എൻ്റെ അമ്മയ്ക്ക് പെൻഷൻ ഉണ്ട്, ആ പെൻഷൻ കിട്ടിയത് അങ്ങനെയും കൊണ്ട് അടയ്ക്കാമായിരുന്നു. ഇപ്പോൾ അതൊന്നും നിവർത്തിയില്ല. ഈ ബില്ലിൽ തന്നെ എഴുതിയിട്ടുള്ള മീറ്റർ റീഡിംഗ് 0 ആണ്. എന്നാൽ സാധാരണ നിരക്കും അഡീഷണൽ ചാർജും എല്ലാം ഉൾപ്പെടെ 390 രൂപയുടെ രസീതാണ് വീട്ടുകാർക്ക് കിട്ടിയിരിക്കുന്നത്. വെള്ളം നമുക്ക് കൃത്യമായി കിട്ടുന്നില്ല. ഞങ്ങളുടെ ഉപയോഗങ്ങൾക്ക് ഞങ്ങൾ അടുത്ത എവിടെയെങ്കിലും ആശ്രയിച്ചാണ് വെള്ളം എടുക്കുന്നത്. എങ്കിലും ബില്ല് കൃത്യമായി ഞങ്ങളെ കൈകളിൽ എത്തുന്നുണ്ട്. ബില്ല് അടച്ചില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂട്ടുപലിശ വീത പലിശയൊക്കെ അടക്കണം. ഞങ്ങൾ ഒരു ദിവസം മൊത്തം വാട്ടർ അതോറിറ്റി ചെന്ന് കാവൽ നിൽക്കേണ്ടതൊക്കെ ഗതികേട്ടിലാണ്. ഇത്തരത്തിൽ ഒരു തുള്ളി ജലം പോലും വീട്ടുടമയ്ക്ക് കിട്ടാതെ ഫീസ് ഈടാക്കാൻ കേരള വാട്ടർ അതോറിറ്റിക്ക് ലജ്ജയില്ലേ? അയൽവക്കത്ത് ചെന്നാണ് വെള്ളം എടുക്കുന്നത്. എനിക്ക് കൊണ്ടുവരാൻ വയ്യ. എൻ്റെ മകൾ പോകും, ചെന്ന് 2-3 കൂടെ വെള്ളം കൊണ്ടുവരും. എൻ്റെ ഉപയോഗത്തിന് വിളിച്ചിട്ട് അങ്ങ് പോകും. ഒരു പൈപ്പിലും ഇല്ല ഇവിടെ. ഇങ്ങനെ പണിയെടുക്കാതെ എൻ്റെ പേരിൽ പണം പിരിക്കാൻ ഇവർക്ക് നാണമില്ലേ? എൻ്റെ ഈ ധർമ്മസങ്കടം കണ്ടിട്ടെങ്കിലും ഈ വീട്ടുകാർക്ക് വെള്ളം കൊടുക്കാനുള്ള അവസരം എനിക്കുണ്ടാക്കി തരണം. എൻ്റെയും ഈ നാട്ടുകാരുടെയും പ്രയാസം ക്യാമറയിൽ പകർത്തി അധികാരികളെ അറിയിക്കുന്നത് അനൂപിനൊപ്പം ജിബിൻ JB, മാതൃഭൂമി ന്യൂസ്.